പണ്ട് കാലങ്ങളിൽ നമ്മൾ എന്തൊക്കെയോ സൂപ്പർസ്റ്റിഷൻ മിത്സ് നമ്മൾ ഇങ്ങനെ കരുതി, അത് സിനിമയിലേക്ക് കൂടി കൂടുതൽ വന്നു. സിനിമയിൽ എങ്ങനെയാണ് വന്നത്? പാമ്പ് പക വീട്ടുന്നു, ഇല്ലേ? പാമ്പ് ഇങ്ങനെ വന്ന് ഇഴഞ്ഞു വന്ന് നിങ്ങളെ കടിക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ 2026 ഉള്ളത്. ഞാൻ എത്രയോ വീടുകളിൽ പാമ്പ് റെസ്ക്യൂ ചെയ്യാൻ പോയിട്ടുണ്ട്. അവരൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി പാമ്പ് പെട്ടെന്ന് കയറും. അവർക്കിത് വീടാണോ ഇത് ഓഫീസാണോ ഒന്നും അറിയില്ല. ഒരു പാമ്പിന് എപ്പോൾ വേണമെങ്കിലും 365 ഡേയ്സ് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം, ഏത് സമയത്ത് വേണമെങ്കിലും വീടിനകത്ത് വരാം. നമുക്ക് പറമ്പുണ്ടെങ്കിൽ വീടിനകത്തേക്കാൾ സുഖം അവർക്ക് പറമ്പത്താണ്. മനുഷ്യർക്കാണ് ഈ ഒരു ടെമ്പറേച്ചർ എന്ന് വരുന്നത്. ഏത് നമുക്ക് സെറ്റും ഇതൊക്കെ. പാമ്പിന് സെറ്റിംഗ് ഇല്ല, കാരണം അവർക്ക് അങ്ങനെയുള്ളൊരു ഗ്ലാൻഡോ ഇതൊന്നുമില്ല. പണ്ട് മനുഷ്യർ കുറച്ചുകൂടി അലേർട്ടായിരുന്നു. ഞാൻ പറയാം, പല കേസസിലും നമ്മൾ അലേർട്ട് ആവാത്തത് കൊണ്ടാണ് പാമ്പുകൾ നമ്മൾ ചവിട്ടുന്നത്. ഇൻഡപ്തിൽ പാമ്പുകളെക്കുറിച്ച് ശാസ്ത്രീയ പഠനം നടത്തിയ സ്നേക്ക് റെസ്ക്യൂവറും പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനുമായ വിജയ് നീലകണ്ഠൻ. ദീർഘസംഭാഷണത്തിൻ്റെ ആദ്യ ഭാഗം ശനിയാഴ്ച രാത്രി 8 മണിക്ക്.